ബദാം തൈ നല്ല മണ്ണിൽ നല്ല രീതിയിൽ നട്ടാൽ അത് ഫലം കായ്ക്കാൻ ഏറിയ വർഷങ്ങളെടുക്കും. എന്നാൽ ഒരു വേള ദൈവത്തിന് തൻ്റെ തീരുമാനം ഇതായിരുന്നു എന്ന് ഇസ്രായേൽ മക്കളെ കാണിക്കേണ്ടുന്നതിന് ബദാം വൃക്ഷത്തിൻ്റെ ഉണങ്ങിയ വടി മോശയെടുത്ത് സമാഗമന കൂടാരത്തിനകത്തിൽ കൊണ്ടുവെക്കുകയും ആ രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ വടിയുടെ മേൽ പോലും വെളിപ്പെട്ടു. ഉണങ്ങിയ വടിയുടെ മേൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയാണ് അടുത്ത പ്രഭാതത്തിൽ ജനം കണ്ടത്. അതുപോലെ തന്നെ നീ നീറുന്ന വിഷയത്തിനകത്ത്, വർഷങ്ങളായി കാത്തിരിക്കുന്ന വിഷയത്തിനകത്തിൽ ഉണങ്ങിപ്പോയി എന്ന്, ഇനി സാധ്യതയില്ല എന്ന് പറയുന്ന വിഷയത്തിനകത്ത് ഇന്ന് അത്ഭുതം ചെയ്യുവാൻ എൻ്റെ നല്ല കർത്താവ് ശക്തനാണ്. ആ ഫയല് മുമ്പോട്ട് നീങ്ങുന്നില്ലേ? ആ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നില്ലേ? ജോലിപരമാകുന്ന വിഷയത്തിൽ ഭാരപ്പെട്ട് നിൽക്കുകയാണോ? ഇന്ന് പറ, ആ ബദാം പൂത്തതുപോലെ കായ്ച്ചതുപോലെ എൻ്റെ വിഷയത്തിൻ്റെ മേൽ എൻ്റെ കർത്താവ് ഫലം തരാൻ പോകുന്ന ദിവസമാണിത്. ഞാനത് വിശ്വസിക്കുന്നു. സംഖ്യാപുസ്തകം 17 ഒരിക്കൽ കൂടെ വായിച്ച് ഉറപ്പ് പ്രാപിച്ചിട്ട് ശക്തിയോടെ വിളിച്ചു പറ, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഈ അത്ഭുതത്തിൻ്റെ ദിവസത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.